ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ റെസിപ്പിറേറ്ററി സിസ്റ്റം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ദ റെസിപ്പിറേറ്ററി സിസ്റ്റം. പിന്നെ നെഗറ്റീവ് പ്രഷർ ബ്രീത്തിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പറയാം ഓർഗനൈസേഷൻ ഓഫ് ദ റെസിപ്പിറേറ്ററി സിസ്റ്റം. ഓർഗനൈസേഷൻ ഓഫ് ദ റെസിപ്പിറേറ്ററി സിസ്റ്റം. The respiratory system consists of the following. 1. The nasal cavity in which air is moistened and in which the sense of smell operates. 2. The nostrils. 3. The mouth. 4. The pharynx. A common area in the back of the mouth through which air, food and drinks pass. 5. The larynx or voice box. 6. The trachea, an air tube that connects with the bronchi. 7. The right main bronchus and the left main bronchus tubes that carry air to and from the lungs. 8. The bronchioles, branches of the bronchi which distribute air to the alveoli. 9. The terminal bronchioles. 10. The respiratory bronchioles. 11. The alveolar ducts. 12. The alveoli terminals as sacs in which gas exchange occurs. And 13. The diaphragm. The diaphragm. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ദയവായി ക്ഷമിക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ റെസിപ്പിറേറ്ററി സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് നല്ല വെറൈറ്റി വേർഡ്സ് ഒക്കെ തന്നെയുണ്ട്. നമ്മൾ എന്തുമാത്രമാണ് കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് പറയാണ്, ടൈമില്ല, എന്നാലും നമ്മളിതൊന്ന് പറഞ്ഞു പോയാണ്. ഫെറിനിക്സ്, ലാറിനിക്സ്, പിന്നെ ബ്രോങ്കി, ബ്രോങ്കസ്, പിന്നെ ബ്രോങ്കിയോളിക്സ്, ഓൾവെയിലി, ഓൾവെയിലർ ഡക്ട്സ്, ഡയഫ്രഗം, അതൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ദ റെസിപ്പിറേറ്ററി സിസ്റ്റം. അപ്പം ഇനി ഒരു എന്താ പറയുക, ഫിഗറാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഫിഗർ നമുക്ക് പറയാം. ഇൻഹാലേഷൻ ഫിഗർ പറയണം. ഫിഗർ 1.12 ഇൻഹാലേഷൻ ആൻഡ് എക്സ്ഹാലേഷൻ. ഇൻഹാലേഷൻ air drawn into lungs. Inhalation air drawn into lungs. Trachea. ജസ്റ്റ് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് പറഞ്ഞു പോയതിന്. ട്രാങ്കിയ,
pectoralis minor muscles contract. Pectoralis minor muscles contract. Pectoralis minor muscles contract. Trachea. പിന്നെ ലങ്സ് എക്സ്പാൻഡ്. പിന്നെ ഇന്റർകോസ്റ്റൽ മസ്കിൾസ് കോൺട്രാക്ട്. ഇൻഹാലേഷൻ എയർ ഡൗൺ ടു ലങ്സ്. അതിനാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത്. ലാസ്റ്റ് ഡയഫ്രഗം കോൺട്രാക്ട്സ് ആൻഡ് ഫ്ലാറ്റൻസ്. പിന്നെ അടുത്തത് എക്സ്ഹാലേഷൻ എയർ ഫോഴ്സ്ഡ് ഔട്ട് ഓഫ് ലങ്സ്. ട്രാങ്കിയ. പെക്ടോറാലിസ് മൈനർ മസിക്കിൾസ് റിലാക്സ്. പിന്നെ ലങ്സ് കോൺട്രാക്ട്. ഇന്റർകോസ്റ്റൽ മസിക്കിൾസ് റിലാക്സ്. ലാസ്റ്റ് ഡയഫ്രഗം റിലാക്സസ് ആൻഡ് മൂവ്സ് അപ്പ്. അപ്പൊ ഇൻഹാലേഷൻ എയർ ഡൗൺ ഇൻ ടു ലങ്സ്, എക്സ്ഹാലേഷൻ എയർ ഫോഴ്സ്ഡ് ഔട്ട് ഓഫ് ലങ്സ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോയിൽ കാണിക്കണം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഫിഗർ 1.12 ഇൻഹാലേഷൻ ആൻഡ് എക്സ്ഹാലേഷൻ. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയണ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഇനി നമ്മൾ പറയുന്നതിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയണ്. അപ്പൊ ദയവേത് ക്ഷമിക്കുക, സഹകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേക തരത്തിലുള്ള വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലേ, പെക്ടോറാലിസ് മൈനർ മസിക്കിൾസ് റിലാക്സ്. അതൊക്കെ ഒരു എന്താ പറയാ, വെറൈറ്റി വേർഡാണ്. ട്രാങ്കിയ. അപ്പൊ അതൊക്കെ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇവിടെ എടുത്തു പറഞ്ഞു പോയത്. എന്താ പറയാ, ഈ ഫിഗർ ഓർത്തു വെക്കാം. The right and left bronchioles, terminal bronchioles, respiratory bronchioles, alveolar ducts and alveoli from the right and left lungs respectively. The trachea, bronchioles and terminal bronchioles make up the conducting zone. The respiratory bronchioles, alveolar ducts and alveoli make up the respiratory zone. The pulmonary blood vessels generally accompany the airways and also undergo numerous branchings. The pulmonary circulation has a very low resistance as compared to the systematic circulation, and thus all the pressure within the pulmonary blood vessels are low. Air is moved in and out of the lungs by the movements of the rib cage and diaphragm, which expand the lungs to draw in air and compresses the lungs to drive out air. Generally, air moves out of the lungs as a result of the elastic recoil of lung tissue. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. Functions of the respiratory system. The major function of the respiratory system is gas exchange. In an average resting adult, the lungs take up about 250 ml of oxygen every minute while excreting about 200 ml of carbon dioxide. The movement of gas through the larynx, pharynx and mouth allows us to speak or phonate.
The large surface area of the respiratory tract is constantly exposed to microbes, and the respiratory system includes many mechanisms to defend it and prevent pathogens from entering the body. Functions of the respiratory system മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഓട്ടോമാറ്റിക് കൺട്രോൾ ഓഫ് ബ്രീത്തിങ് ബ്രാക്കറ്റിൽ ഇൻ ഹ്യൂമൻസ്. Nerves from a breathing control center in the medulla oblongata of the brain, as it is sends impulses to the diaphragm and rib muscles, stimulating them to contract and thus making us inhale. When we are at rest, these nerves send out impulses that result in about 10 to 14 inhalations per minute. Between inhalations, the muscles relax and we exhale. A control center in pons bracket brain modulates the basic rhythm sent by medulla, smoothing out the transitions between inhalations and exhalations. The medulla's control center also helps regulate the carbon dioxide level of the blood. Sensors of medulla itself detect changes in the pH level bracket a measure of CO2 of the blood and cerebrospinal fluid bathing the surface of the brain. Other sensors in the walls of the aorta and carotid arteries in the neck detect changes in the blood pH and send nerve impulses to the medulla. In response, the medulla's breathing control center alters the rate and depth of breathing, increasing it to dispose of excess carbon dioxide or slowing it if carbon dioxide levels are depressed. The sensors in the aorta and carotid arteries also detect changes in oxygen levels in the blood and signal the medulla to increase the breathing rate when levels become very low. Automatic control of breathing ബ്രാക്കറ്റിൽ ഇൻ ഹ്യൂമൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അല്ലെങ്കിൽ വെറൈറ്റി വേർഡ്സ് എന്ന് പറയണം എന്ന് എനിക്കറിയില്ല. എന്തായാലും തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെ. ഈ വേർഡ്സ് തന്നെ നിങ്ങൾ നോക്കി ദ സെൻസേഴ്സ് ഇൻ ദ AORTA, കാരണം ഇതൊക്കെ ഒരു വെറൈറ്റി വേർഡാണ്. ഞാൻ ഇതുവരെ കേൾക്കാത്ത വേർഡുണ്ട്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ആൻഡ് കാരോറ്റിഡ് ആർട്ടറീസ്, അപ്പൊ അങ്ങനത്തെ ചില വേർഡ്സുകളൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു എന്താ പറയാ നമ്മൾ പറയണതിലൊക്കെ ഡിഫറൻസ് വന്നത്. ഇതും നമുക്ക് എന്താ പറയാ വെറൈറ്റി വേർഡ്സ് തന്നെ പറയാം, നമ്മൾ വായിച്ചു വെക്കാം. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് എടുത്ത് പറഞ്ഞു പോണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ദയവേത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ക്ഷമിക്കണം എന്ന് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരരുത് എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞ് പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള വേർഡ്സുകൾ പരമാവധി പറഞ്ഞു പോകണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ എന്താ പറയാ, മിക്കപ്പോഴും ഞാൻ പറയാറുണ്ട് കമൻസ് അത് വലിയൊരു എന്താ പറയാ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ പറഞ്ഞുകൊണ്ട് അത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പം പരമാവധി നമ്മൾ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ തിരുത്താൻ പരമാവധി
ആഗ്രഹിക്കും, പരിശ്രമിക്കും. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് കൺട്രോൾ ഓഫ് ബ്രീത്തിങ് ബ്രാക്കറ്റിൽ ഇൻ ഹ്യൂമൻസ് അത്യാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അനോക്സിയാണ് പറയാൻ പോകുന്നത്. അനോക്സിയ. The coming of the air it has presented as with the problem of breathing at high altitudes where there is less pressure and less oxygen in air. Therefore, it is necessary to pressurize the cabins of airplanes flying above 3000 m and to add oxygen to the air being breathed without additional oxygen. A condition called anoxia results, which is characterized by a loss of coordination, vision, hearing, and judgment, and finally result in unconsciousness. ഈ അനോക്സിയ ശ്രദ്ധിച്ച് പോണം. നല്ലൊരു ടോപ്പിക്കാണ് അനോക്സിയ. പ്ലെയിൻസ് ഫ്ലൈയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ടോപ്പിക്സ് ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. സ്ട്രക്ചർ ഓർഗൻസ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. The organs of the respiratory system extend from the nose to the lungs and are divided into upper and lower respiratory tracts. The upper respiratory tract consists of the nose and the pharynx or throat. The lower respiratory tract includes larynx or voice box, trachea or windpipe, which splits into two main branches called bronchi tiny branches of the bronchi called bronchioles, and the lungs. The nose, pharynx, larynx, trachea, bronchi and bronchioles conduct air to and from the lungs. The lungs interact with the circulatory system to deliver oxygen and remove carbon dioxide. The structure organs of the respiratory system നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ടോപ്പിക്ക് പറയാം. ഇതിന് നല്ല വേർഡ്സ് ഒക്കെ ഉണ്ട്, വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു പോണം. എല്ലാം നമുക്ക് പറയാൻ ടൈമില്ല, ചിലതൊക്കെ നമ്മൾ പറഞ്ഞു പോകും. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ടോപ്പിക്ക് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ഓർഗാനിക്സ്. Transport system in a cell. The plasma membrane of a cell is the edge of life, the boundary that separates the living cell from its non-living surroundings. It controls traffic into and out of the cell. Like all biological membranes, the plasma membrane has selective permeability. That is, it allows some substances to cross it more easily than others. One of the earliest episodes in the evaluation of life may have been the formation of a membrane that could enclose a solution of different compositions from the surrounding solution, while still permitting the selective intake of nutrients and elimination of waste products. This ability of the cell to discriminate in chemical exchanges with the environment is fundamental to life, and it is the plasma membrane that makes this selectively possible. Much of the traffic across cell membranes occurs by diffusion. Example, intake of oxygen by a cell performing respiration. The dissolved oxygen gets diffused into the cell across the plasma membrane. The diffusion of a substances across a biological membrane is called passive transport.
because the cell does not have to use energy to make it happen. Osmosis is the passive transport of water, where the movement of water molecules from a region of high concentration, bracketly a dilute solution, to a region of low concentration, bracketly a more concentrated solution, occurs through a partially permeable membrane. At times, traffic across the cell membranes moves against their concentration gradients, from the side where it is less concentrated to the side where it is more, to pump up a molecule across a membrane against its gradient. The cell must spend its own metabolic energy. Therefore, this type of membrane traffic is called active transport. The work of active transport is performed by specific proteins embedded in membranes, and ATP supplies the energy for most active transport. Both animals and plants have vascular system. A vascular system is a one that has tubes full of fluid being transported from one place to another. In animals, the blood system is vascular in nature. In plants, the axil and phloem (bracketly vascular tissues) form vascular systems. The systems require a source of energy to function. Some mass flow systems of animals and plants are given in table 1.8. The transport system in organisms, transport system in a cell, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ഓർഗാനിംസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ എ സെല്ല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്ക് പറയാം. ബുക്കിൻ്റെ എന്താ പറയുക, പേജിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ ടോപ്പിക്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. If a person holds his breath for long, if a person holds his breath for long, if exhalation does not occur, carbon dioxide accumulates in the blood, which in turn causes the blood to become more acidic. Increased acidity interfaces with the action of enzymes, the specialized proteins that participate in virtually all biochemical reactions in the body. To prevent the blood from becoming too acidic, the blood is monitored by special receptors called chemoreceptors located in the brainstem and in the blood vessels of the neck. If acid build up in the blood, the chemoreceptors send nervous signals to the respiratory center, which overrides the signals from the cerebral cortex and causes a person to exhale and then resume breathing. These exhalations expel the carbon dioxide and bring the blood acid level back to normal. A person can exert some degree of control over the amount of air inhaled to prevent the lungs from bursting from overinflation. Specialized cells in the lungs stretch receptors measure the volume of air. When the volume reaches an unsafe threshold, the strength receptors send signals to the respiratory center, which shuts down the muscles of inhalation and halts the intake of air. When the volume reaches an unsafe threshold, the stretch receptors send signals to the respiratory center,
which shuts down the muscles of inhalation and halts the intake of air. If person holds his breath for long, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇനി പറയാൻ പോകുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ പ്ലാന്റ്സ്. Transport in plants occurs at 3 levels. 1. Intake and release of water and salts by individual cells, such as absorption of water and minerals from the soil by the cells of roots. 2. Short distance carrying of substances from cell to cell at the level of tissues and organs, such as the loading of sugar from photosynthetic cells of a leaf into the sieve tubes of phloem. And 3. Long distance transport of sap within xylem and phloem at the level of the whole plant. The movement of substances through conducting or vascular tissues of plants is called translocation. Xylem translocates mainly water and mineral salts from the roots to the aerial parts of the plant. Phloem translocates a variety of organic and inorganic salts, mainly from the leaves or storage organs to other parts of the plant. ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ പ്ലാന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ ദ ലീഫ്, മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ ഫ്ലവറിംഗ് പ്ലാന്റ്, ടേബിൾ 1.8 മാസ് ഫ്ലോ ഓഫ് സിസ്റ്റം ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ഫോട്ടോസിന്തസിസ്, ട്രാൻസ്പിറേഷൻ ഓഫ് കോംപ്രമൈസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ അനിമൽസ്. പിന്നൊരു ഫിഗറാണ് കൊടുത്തേക്കുന്നത്. ഫിഗർ 1.13 ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. പിന്നെ ടേബിൾ 1.9 മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ത്രൂ പ്ലാന്റ്സ്. പിന്നെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. ഇതൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ ബയോളജി. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു, പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. പിന്നെ നമുക്ക് പറയാനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് യൂസ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.